ജനങ്ങൾക്ക് മറുപടി ആവശ്യമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും ആരും കൊടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ ജനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാതയൊക്കെ കാണാം, കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. വലിയ ഗർത്തങ്ങളാണ് പലയിടങ്ങളിലും. അതോടൊപ്പം തന്നെ മഴയാണെങ്കിൽ വെള്ളക്കെട്ട്, അല്ലെങ്കിൽ പൊടിശല്യം രൂക്ഷമാണ്. അങ്ങനെ ആകെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്രത്തോളം ദുരിതമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും യാത്ര പോകേണ്ടത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ യാത്ര? ദുരിതപൂർണ്ണമാണ്. ദുരിതപൂർണ്ണം. ഈ കുഴി കണ്ടില്ലേ? ഈ മഴ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. വെള്ളം കൂടെ ആയിക്കഴിഞ്ഞാല് വെള്ളമില്ലെങ്കിൽ പൊടിയാണല്ലോ. പൊടിയൊന്നും കാര്യമില്ല. ഇത് ആ വെള്ളത്തിനകത്തൂടെ പോകുമ്പോൾ എത്രയോ വാഹനങ്ങൾ തകരാറിലാകുന്നത്. ഞങ്ങൾ തന്നെ സൈക്കിൾ കളിച്ചിട്ട് വണ്ടിയെ പോകുക. ഇപ്പോഴാണ് നിങ്ങളൊക്കെ പരാതി പറഞ്ഞു മടുത്തല്ലേ? ഇനിയും പറയണ്ട. ആരോട് പറയാനാ പറഞ്ഞിട്ട് ഈ കരയുന്ന പിള്ളേർക്കെ പണ്ട് പാടുള്ളെന്ന് പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കരഞ്ഞാൽ ഒട്ടുമില്ല. കരയാതിരുന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതിങ്ങനെ നശിച്ച് ഒരു ഓണമാണ്. ഈ റോഡൊന്ന് നോക്കണം. ഇന്ന് മഴ വിചാരിച്ചത് ഭയങ്കര ഭാഗ്യമായി നേരം വെളുത്തു. ഈ യാത്ര പോകേണ്ട പല ആളുകളും ഒക്കെ തന്നെ ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. കാരണം അത്രത്തോളം ദയനീയമാണ് അവരുടെ സ്ഥിതി. ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏവരും എടുത്തു പറയുന്നത്. നമുക്ക് പൊതുജനങ്ങളുടെ പ്രതികരണം മാത്രമാണ് എനിക്ക് തോന്നുന്നു അധികൃതരിലേക്ക് ഇത് വളരെ പെട്ടെന്ന് എത്താൻ, അല്ലെങ്കിൽ അതിരൂക്ഷമായി അവർ പ്രതികരിക്കുന്നത് അധികൃതർ കേൾക്കുക തന്നെ വേണമെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും പ്രതികരണങ്ങൾ ലഭ്യമാണ് രാഗിൻ. അതിലേക്കൊക്കെ പോയിട്ട് ഞാൻ രാഗിനിലേക്ക് തന്നെ വരും. നടന്നു പോകാനില്ല, ഒരു നിർവാഹമില്ല. കുണ്ടും കുഴി നിറഞ്ഞ റോഡാണ്. അയ്യോ എന്റെ വെള്ളേ, ഇതുപോലൊരു ജീവിതം ലോകത്തുണ്ടായിട്ടില്ല. രാഗൻ, ഈ ഓണക്കാലമായാൽ തിരക്കേറും എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാനും ഓണ ഒരുക്കത്തിന്റെ ഭാഗമായും ഒക്കെ നിരവധി പേർ വാഹനങ്ങളുമായി റോഡിൽ ഇറങ്ങുന്ന ഒരു സമയമാണ്. കാൽനടയാത്രക്കാരുടെയും എണ്ണം കൂടും. നാട്ടിലേക്കൊക്കെ പോകാനായി യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും റോഡിലേക്ക് ഈ റോഡ് മാർഗം പോകുന്നവരുണ്ട്. ഇവർക്കൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. തിരക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറുകയും ചെയ്യുന്നുണ്ടാവണം അല്ലേ? തീർച്ചയായും അത്രത്തോളം ബുദ്ധിമുട്ട് പലരും പേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജോലി സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്നില്ല. അത്തരം പ്രതിസന്ധികൾ നേരിടുന്നു. പലരും നെട്ടോട്ടമാണ്. കാരണം ഈ ഒരു കാര്യം കൃത്യമായി നടക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. പലയിടങ്ങളിലും പരാതിയൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു പരിഹാരവും ആകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുണ്ടും കുഴിയിലുമൊക്കെ തകർന്ന് തരിപ്പണമായ റോഡിലൂടെയൊക്കെയുള്ള യാത്ര വലിയ ദുരിതമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ യാത്ര എങ്ങനെയുണ്ട്? യാത്ര എന്ന് പറയുന്ന ഇത്രയും കഷ്ടമായിട്ടുള്ള ഒരു ഇത് നാഷണൽ ഹൈവേ ആണോ? അതാ തോടാണോ? ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകണില്ലല്ലോ. ആ രീതിയിലുള്ള എന്താണ് ഇത്? ഇവിടെ നിന്നല്ല, ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്തോറും ഈ തോടിലും കഷ്ടമായിട്ട്, അതായത് ഭയങ്കര കുഴിയാണ് അങ്ങോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇതുപോലെ മറച്ചു വെച്ചിരിക്കണം. അതിന്റെ ആ സൈഡിൽ കൂടെ അങ്ങോട്ടുള്ള വാഹനങ്ങളും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങോട്ടുള്ള വാഹനങ്ങളും പോകുമ്പോൾ അത് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഓടിച്ചെടുക്കാനായിട്ട് എന്തൊരു പ്രയാസമാണെന്നറിയാമോ? ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് കൃത്യസമയത്ത് ജോലിക്കൊക്കെ എത്താൻ പറ്റാറുണ്ട്? 1-2 മണിക്കൂറൊക്കെ താമസിച്ചാൽ എത്തുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ പിടിക്കും. അതേപോലെ തന്നെ വരുന്നതും എത്രയോ വെളുപ്പിനെ വന്നാലാണ് ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ശരിയെന്നാ, ഓക്കെ. ഇതാണ് ഓരോരുത്തരുടെയും പ്രതികരണം. കാരണം അവർ അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്ത്. ഇതിനൊരു പരിഹാരം വേണം എന്ന് പലരോടും പറഞ്ഞെങ്കിലും ഒരു കാര്യവുമില്ല. എങ്ങനെയുണ്ട് യാത്ര? ബൈക്കൊക്കെ ഒരു വശമായാലോ? വളരെ ദുരിതം പിടിച്ച യാത്രയാണ്. കാരണം ഞാനൊക്കെ വീണിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് കാലൊക്കെ പൊട്ടി വീണ്ടില്ലേ. 3 മാസം വീണ് നമ്മുടെ സ്വന്തം പൈസ മുടക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രീതിയിലുള്ള യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സർക്കാരിന്റെ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. ജനങ്ങളെയൊന്നും ഇങ്ങനെയൊന്നും വിലക്കാൻ പാടില്ല. ഹൈക്കോടതി പലവട്ടം ചോദിച്ചു, ഇത് ജനങ്ങൾക്ക് വിലയില്ല, ഇതേ രീതിയിലാണ് പണി നടത്തുന്നത്. ഒരു കാരണവശാലും അവർ വില കൽപ്പിക്കണില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണതിൻ്റെ അകത്ത്. കാരണം ഒട്ടും മനുഷ്യജീവൻ ഒരു സുരക്ഷിതമായ ഒരു യാത്രാ സൗകര്യം ഒരുക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഈ പ്രവർത്തികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു കാര്യമല്ല. ഏത് പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും യാത്ര ചെയ്യേണ്ട ജനങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണത്. അപ്പോൾ അവർക്ക് കൂടുതൽ സുരക്ഷിതത കൊടുക്കുക, അതാണ് കൂടുതലായിട്ട് അവർ ചെയ്യേണ്ടത്. ഇത് വളരെ മോശം പ്രവൃത്തിയായിട്ട്. ഒരു ബൈക്ക് യാത്രികന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഒരു 3 മാസം മുമ്പ് വീണതാണ്. അതിനുശേഷം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇനിയും ഈ റോഡിലൂടെ തന്നെയാണ് യാത്ര. അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ദുരിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാണ് ഇവിടെ. ഹൈക്കോടതി ആരോട് ചോദിച്ചാലും ഒരേ മറുപടി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ലഭിക്കുക എന്നതിൽ ഒരു സംശയവും വേണ്ട.